അപ്പോൾ പാൽക്കപ്പയുടെ റെസിപ്പി പുറകെ ഇടാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് പാൽക്കപ്പയുടെ തന്നെ റെസിപ്പിയാണ്. ഞാനല്ല കേട്ടോ, അമ്മയാണ് ഉണ്ടാക്കണത്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്യാനിരുന്നൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇപ്പം വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഓക്കെ വീഡിയോ എടുത്തേക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് കപ്പ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ കുറച്ച് നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഒന്നാം പാലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കടുകും കൂടി താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേറെ ഉള്ളി ഇട്ടിട്ട് ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ട് താളിക്കണം കേട്ടോ, അതായിരിക്കും തന്നെ ടേസ്റ്റ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ചധികം തന്നെ ചുവന്നുള്ളി ഇട്ടിട്ട് വാട്ടിയെടുക്കുക. അതുപോലെ തന്നെ കൂടെ കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഒക്കെ കൂടി ഇട്ട് താളിച്ചൊഴിച്ച് കഴിയുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീഫിൻ്റെ കൂടെ ആയിക്കോട്ടെ, ചിക്കൻ, അതുപോലെ ഞങ്ങൾ താറാവാണ് വീട്ടിലുണ്ടാക്കിയിരുന്നത്. അതിന് ഞാൻ റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയായിരുന്നു അന്ന് കോമ്പിനേഷനായിട്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്.